ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഇപ്പോൾ 3 മിനിറ്റ്സ് ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്യാമെന്നെല്ലാം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ 30 സെക്കൻഡ്, 15 സെക്കൻഡ്, 60 സെക്കൻഡ് ഇതുവരെയെല്ലാമാണ് കാണിക്കുന്നത്. നേരത്തെ എല്ലാം ഉണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പലർക്കും കാണിക്കുന്നത്. അപ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പോൾ 3 മിനിറ്റ്സ് ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്നെല്ലാം. ഇപ്പോൾ എനിക്കും ഇതുപോലെ ഞാൻ ഇത് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇത് നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കെല്ലാമാണ് വന്നിരുന്നത്. അതിനാൽ തന്നെ ആദ്യം ഞാൻ ഇത് കറക്റ്റായി വർക്കാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ആക്സസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ആദ്യം കരുതിയത്. അതിനാൽ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയെല്ലാം ഉണ്ടായി. എന്നാൽ എനിക്ക് പിന്നീട് മനസ്സിലായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്കൊരു മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ റിഫ്ലക്റ്റ് ആകുന്നതിന്, അതായത് 3 മിനിറ്റ്സ് എന്നെല്ലാം എഴുതി കാണിക്കുന്നതിന് സമയമെല്ലാം എടുക്കും. ഇപ്പോൾ അവിടെ 60 സെക്കൻഡ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി 3 മിനിറ്റ്സ് വീഡിയോ എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഷോർട്സ് വീഡിയോ സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് 3 മിനിറ്റിനടുത്തുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഷോർട്സായി അപ്ലോഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പിലുള്ള വീഡിയോ, അതുപോലെ നിങ്ങൾക്ക് വെർട്ടിക്കൽ വീഡിയോസ് എല്ലാം തന്നെ, ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം തന്നെ 3 മിനിറ്റ് അതിൽ കുറവുള്ള വീഡിയോസ് എല്ലാം ഇപ്പോൾ ഷോർട്സായി അപ്ലോഡ് ചെയ്യാം. പലപ്പോഴും ഇത് ആദ്യം നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് പോകുന്നത് ഇത് ലോങ് വീഡിയോസിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ആയിരിക്കും. അതായത് ആ ഒരു ഷെല്ലിലെല്ലാമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായി പിന്നീട്, അതായത് കുറച്ച് ദിവസങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് ഷോർട്സ് ഫീഡിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് കൺവേർട്ട് ആകുന്നതിന്, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് കറക്റ്റ് ഷോർട്സ് വീഡിയോ ആണെന്നെല്ലാം ഇതെല്ലാം തന്നെ ടിക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു വേരിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇത് ഈ ഷോർട്സ് ഫീഡിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത് ഷോർട്സിലേക്ക് കൺവേർട്ട് ആകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഷോർട്സിന് താഴെയായി ഈ ഒരു വീഡിയോ എല്ലാം വന്നിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുപോലെ 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ലോങ് വീഡിയോസിൻ്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇപ്പോൾ, അതായത് ഒക്ടോബർ 15 മുതൽ നിങ്ങൾക്ക് ഈ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഷോർട്സ് ഫീഡിലെല്ലാം വരുന്നതായിരിക്കും. സാധാരണ ചിലപ്പോൾ വരുന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട്. എന്നാൽ ഇവിടെ 1 മണിക്കൂർ എന്നല്ല, ചിലപ്പോൾ ദിവസങ്ങളെല്ലാം ഇത്തരത്തിൽ ഈ ഒരു കൺവേർഷൻ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 3 മിനിറ്റ്സിന് താഴെയുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുക.